അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട യാത്രയായ ഹജ്ജ് യാത്ര മെയ് 18, 2026 രാവിലെ 8:15 ഉമ്മയോടും ഹസ്ബൻഡിനോടുമൊപ്പം വീട്ടിൽ നിന്ന് ദുബായ് എയർപോർട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഏകദേശം 2 മണിക്കൂർ നീണ്ട യാത്ര. വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് മക്കൾ സ്കൂളിൽ പോയിരുന്നു. അങ്ങനെ എയർപോർട്ട് എത്തിയപ്പോൾ സഹോദരങ്ങളും സഹോദരിമാരും മറ്റു കുടുംബാംഗങ്ങളും യാത്രയയപ്പിനായി എത്തിയിരുന്നു. അവരുടെ സ്നേഹവും പ്രാർത്ഥനയും ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ആ നിമിഷത്തിൽ സന്തോഷവും സങ്കടവും ഒരുപോലെ അനുഭവപ്പെട്ടു. അള്ളാഹുവിൻ്റെ അതിഥികളായി ഹജ്ജിനായി പോകുന്നതിൻ്റെ സന്തോഷവും പ്രിയപ്പെട്ടവരെ വിട്ടുപോകുന്നതിൻ്റെ സങ്കടവും മനസ്സിലുണ്ടായിരുന്നു. ഈ പുണ്യയാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ നാത്തൂൻ ഷാഹിദ മുനീർ ഹജ്ജ് നിർവഹിക്കാനായി ഉണ്ടായിരുന്നു. അതും എനിക്ക് വലിയ സന്തോഷവും ആശ്വാസവും നൽകി. ഞങ്ങളുടെ കൂടെ UAE-യിൽ നിന്ന് 14 പേരാണ് ഉണ്ടായിരുന്നത്. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ CT അബ്ദുൽ ഖാദർ ഹാജി നടത്തുന്ന സഹാറ ഖിദ്മ ഗ്രൂപ്പിനോടൊപ്പമായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ അമീർ ഡോക്ടർ സുബൈർ ഹുദവി ഉസ്താദായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ദുബായിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഈ യാത്രയുടെ ഓരോ നിമിഷവും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. വിമാനയാത്ര ഏകദേശം 1 മണിക്കൂറും 5 മിനിറ്റും നീണ്ടു. ബഹ്റൈൻ ടൈം 1:05 എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റിൽ കാര്യമായ ഫുഡൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് സാൻഡ്വിച്ച് മാത്രം. ബഹ്റൈൻ എയർപോർട്ടിൽ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നു. അവിടെ നിന്ന് ഖത്തറിൽ നിന്ന് വന്ന 3 പേർ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ഖത്തറിൽ നിന്ന് വന്ന ആരിഫ ഇത്ത കൊണ്ടുവന്ന സ്നാക്സും ബിരിയാണിയുമായിരുന്നു ഞങ്ങളുടെ ഉച്ചഭക്ഷണം. സ്നേഹത്തിനും കരുതലിനും ജസാക്കില്ലാ ഖൈറൻ ആരിഫ ഇത്ത. വൈകുന്നേരം 4:05 ബഹ്റൈനിൽ നിന്ന് മദീനയിലേക്കുള്ള ഫ്ലൈറ്റിൽ യാത്ര തുടർന്നു. പുണ്യഭൂമിയിലേക്കടുക്കുന്ന ഓരോ നിമിഷവും മനസ്സിൽ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷവും ആവേശവുമായിരുന്നു. ഇതുവരെ യാത്ര ചെയ്യുമ്പോൾ കിട്ടാത്ത ഒരു സുഖമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയം. 6:05 ഞങ്ങൾ സുരക്ഷിതമായി എത്തി. ഞങ്ങളെ സ്വീകരിക്കാനായി അമീറും CT ഉസ്താദും എയർപോർട്ടിൽ എത്തിയിരുന്നു. അവർ നാട്ടിൽ നിന്ന് നേരത്തെ തന്നെ എത്തിയതായിരുന്നു. എയർപോർട്ടിൽ നിന്ന് പുറത്തു വന്ന ശേഷം ബസ്സിനായി കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നു. പിന്നീട് ബസ് എത്തിയതോടെ മദീന എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഏറെ നാളായി ഹൃദയത്തിൽ കൊണ്ടു നടന്നിരുന്ന സ്വപ്നഭൂമിയായ മദീനയിലേക്ക് ഓരോ നിമിഷവും ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 1 മണിക്കൂറെടുത്തു ഹോട്ടലിലെത്താൻ. 10 മണിക്ക് ഞങ്ങൾ എത്തി. ഹോട്ടൽ പ്രൊവിൻസ് അൽ ഷാം. ലഗേജൊക്കെ ഹോട്ടലിൽ വെച്ച് നേരെ പോയത് ഭക്ഷണം കഴിക്കാനായിരുന്നു. ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. എല്ലാവരും റാഹത്തായി ഭക്ഷണം കഴിച്ച് അവരവരുടെ റൂമിൽ പോയി കിടന്നുറങ്ങി. ഇതാണ് ഇന്നത്തെ ദിവസം. ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ വീഡിയോ 3-4 പാർട്ട് കാണുമെന്ന് കരുതുന്നു. എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് ഉപകാരവുമാകട്ടെ എന്നും കരുതിയാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.